മഹേന്ദ്ര സിംഗ് ധോണിക്ക് ശേഷം ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനായ ഋഷഭ് പന്തിന്റെ ലിമിറ്റഡ് ഓവർ കരിയർ സൈലന്റായി അവസാനിച്ചു. ഇനി വെറും ടെസ്റ്റ് ഫോർമാറ്റിൽ മാത്രമായി ഒതുങ്ങുമോ ഋഷഭ് പന്തിന്റെ അന്താരാഷ്ട്ര കരിയർ? ജനുവരി ആദ്യവാരം ന്യൂസിലാൻഡിനെതിരായുള്ള ഏകദിന പരമ്പരയ്ക്കുള്ള ടീമിനെ BCCI പ്രഖ്യാപിക്കുന്നതോടെ ഋഷഭ് പന്ത് ഇനി ഇന്ത്യൻ ടീമിലേക്ക് വർണ്ണ ജേഴ്സികളിൽ കളിക്കാൻ എത്തുമോ എന്ന കാര്യത്തിൽ കൂടിയാണ് ഒരുപക്ഷെ തീരുമാനമാവുക. ആ പരമ്പരയ്ക്ക് തിരഞ്ഞെടുക്കപ്പെട്ടില്ലെങ്കിൽ ഒരുപക്ഷെ അത് ലിമിറ്റഡ് ഓവർ ക്രിക്കറ്റിൽ ഋഷഭ് പന്തിന്റെ കരിയർ അവസാനമാവുമോ? ഇനിയൊരു തിരിച്ചുവരവ് പന്തിന് ലിമിറ്റഡ് ഓവർ ക്രിക്കറ്റിൽ സാധ്യമാവുമോ? എന്താണ് മഹേന്ദ്ര സിംഗ് ധോണിയുടെ പിൻഗാമി എന്ന് കൊട്ടിഘോഷിക്കപ്പെട്ട് ടീമിലെത്തിയ പന്തിന് ലിമിറ്റഡ് ഓവർ ക്രിക്കറ്റിൽ സംഭവിച്ചത്? നമുക്കൊന്ന് നോക്കാമെന്ന് തോന്നുന്നു. നിലവിൽ നമുക്കറിയാം, വിക്കറ്റ് കീപ്പർമാരായി 4-5 പേരെങ്കിലും ഉണ്ട് ഇന്ത്യൻ ക്രിക്കറ്റിൽ, പ്രത്യേകിച്ചും ലിമിറ്റഡ് ഓവർ ക്രിക്കറ്റിൽ. KL രാഹുൽ ഉണ്ട് അവിടെ, ഇഷാൻ കിഷൻ, ധ്രുവ് ജുറേൽ, സഞ്ജു സാംസൺ, ജിതേഷ്, ഈ പേരുകളൊക്കെയും മറികടക്കേണ്ടതുണ്ട് പന്തിന് ലിമിറ്റഡ് ഓവർ ക്രിക്കറ്റിലേക്ക് ഇനി മടങ്ങിയെത്താൻ. അതിനുള്ള സാധ്യതകൾ ഇപ്പോൾ തുലോം വിരളമാണെന്ന് തന്നെ വേണം കരുതാൻ. സത്യത്തിൽ ഏകദിന ഫോർമാറ്റിൽ ഋഷഭ് പന്തിനെ ഇന്ത്യൻ ജേഴ്സിയിൽ കണ്ടിട്ട് തന്നെ ഏതാണ്ട് 1.5 വർഷത്തോളമായി. 2020-ലും ഏതാണ്ട് സമാനം തന്നെയാണ് കാര്യങ്ങൾ. ഋഷഭ് പന്തിന്റെ ഏകദിന കരിയർ എടുക്കുകയാണെങ്കിൽ ടെസ്റ്റിൽ അദ്ദേഹം നേടിയ നേട്ടങ്ങളുമായി താരതമ്യപ്പെടുത്തിയാൽ നേട്ടങ്ങളുടെ തിളക്കം ഈ ടെസ്റ്റിനെ അപേക്ഷിച്ച് കുറവാണെന്ന് കാണാം. 31 മത്സരങ്ങളിൽ 871 റൺസ് മാത്രമാണ് അദ്ദേഹത്തിന് ഏകദിന മത്സരത്തിൽ നേടിയിട്ടുള്ളത്. 1 സെഞ്ചുറിയും 5 അർദ്ധശതകങ്ങളും മാത്രമാണ് അദ്ദേഹത്തിന്റെ പേരിലുള്ളത്. അന്നത്തെ വാഹനാപകടത്തിന് ശേഷം ഒരു ഏകദിനത്തിൽ മാത്രമാണ് അദ്ദേഹം കളത്തിലിറങ്ങിയത്. 2024 ഓഗസ്റ്റിൽ ശ്രീലങ്കയ്ക്കെതിരെ അന്ന് 6 റൺസ് മാത്രമാണ് ഋഷഭ് പന്ത് ഈ തിരിച്ചുവരവിൽ അദ്ദേഹത്തിന് സ്കോർ ചെയ്യാൻ കഴിഞ്ഞത്. 2025 ചാമ്പ്യൻസ് ട്രോഫി, അതുപോലെ ഓസ്ട്രേലിയൻ പര്യടനം തുടങ്ങിയ വലിയ പരമ്പരകളിൽ നിന്നും പന്ത് മാറ്റി നിർത്തപ്പെടുന്ന കാഴ്ചയാണ് പിന്നീട് നമ്മൾ കണ്ടത്. നിലവിൽ വിജയ് ഹസാരെ ട്രോഫിയിൽ ഡൽഹിയെ നയിക്കുന്ന ഋഷഭ് പന്തിന് 3 മത്സരങ്ങളിൽ നിന്നും 97 റൺസ് മാത്രമാണ് നേടാനായത്. മറുവശത്ത് ഓസ്ട്രേലിയൻ പര്യടനത്തിൽ ടീമിൽ 2ാം വിക്കറ്റ് കീപ്പറായി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്ന ധ്രുവ് ജുറേൽ ആവട്ടെ 3 മത്സരങ്ങളിൽ നിന്നും 307 റൺസ് ഇതിനകം നേടുകയും ചെയ്തിട്ടുണ്ട്. സമീപകാലത്ത് വിവിധ ഫോർമാറ്റുകളിൽ പന്തിന്റെ പകരക്കാരനായി എത്തിയ ജുറേൽ മികച്ച പ്രകടനമാണ് ഇന്ത്യക്കായി അന്താരാഷ്ട്ര തലത്തിലും സന്നാഹ മത്സരങ്ങളിലും ഒക്കെയും പുറത്തെടുക്കുന്നത്. അതിനൊപ്പം ഇഷാൻ കിഷനും മികച്ച ഫോമിലാണ് എന്നത് മറ്റൊരു വിഷയമാണ്. ഇടങ്കൈയൻ ബാറ്ററെ പരിഗണിക്കുമ്പോൾ നിലവിലെ സാഹചര്യത്തിൽ പന്തിനേക്കാൾ ഒരുപക്ഷെ മുൻപന്തിയിലാണ് ഇഷാൻ എന്ന് നമുക്ക് കാണാം ലിമിറ്റഡ് ഓവർ ക്രിക്കറ്റിൽ. ഇഷാന്റെ ഏകദിന കരിയർ എടുക്കുകയാണെങ്കിൽ 24 ഇന്നിംഗ്സുകളിൽ നിന്നും 933 റൺസാണ് അദ്ദേഹം നേടിയത്. ഒരു ഇരട്ട സെഞ്ചുറിയും 7 അർദ്ധശതകങ്ങളും ഇഷാന്റെ പേരിലുണ്ട്. എല്ലാത്തിനും ഉപരിയാണ് അദ്ദേഹത്തിന്റെ ഫോമും. സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ അദ്ദേഹമായിരുന്നു ടോപ്പ് സ്കോറർ. അതുപോലെ വിജയ് ഹസാരെ ട്രോഫിയിൽ ജാർഖണ്ഡിനായി തുടങ്ങി വെച്ചത് അദ്ദേഹം സെഞ്ചുറിയോടെയായിരുന്നു. അതും പിൻനിരയിലെത്തി, അതായത് മധ്യനിരയിൽ അദ്ദേഹം കളിക്കാൻ എത്തുകയും കർണാടകയ്ക്കെതിരെ 39 പന്തിൽ 125 റൺസ് നേടുകയും ചെയ്തു എന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ പന്തിനേക്കാൾ ഇഷാനിൽ പ്രതീക്ഷ വെക്കാനാണ് സെലക്ടർമാരെ ഇത് പ്രേരിപ്പിക്കുക എന്നുറപ്പാണ്. ഏകദിനത്തിൽ നമുക്കറിയാം, രോഹിത് ശർമ്മ, ശുഭ്മാൻ ഗിൽ, വിരാട് കോഹ്ലി, KL രാഹുൽ, ഇവരാണ് ഇന്ത്യയുടെ ടീമിൽ ഉറപ്പായും ടീമിൽ ഉണ്ടാകുന്ന ആളുകൾ. എല്ലാവരും വലങ്കൈയൻ ബാറ്റർമാരാണ്. ഇവർക്കൊപ്പം ഇടതുകൈയനായ ഇഷാനും ചേരാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ 1ാം വിക്കറ്റ് കീപ്പർ സ്ഥാനം പന്തിന്റെ അഭാവത്തിൽ ഇന്ത്യ വിശ്വാസം അർപ്പിക്കുന്നത് KL രാഹുലിൽ തന്നെയായിരിക്കും. പന്തിന്റെ അഭാവത്തിൽ ബാറ്റ് കൊണ്ട് മാത്രമായിരുന്നില്ല രാഹുലിന്റെ മികവ്, വിക്കറ്റിന് പിന്നിലും അദ്ദേഹം തിളങ്ങുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. സൗത്ത് ആഫ്രിക്കയ്ക്കെതിരായ ഏകദിന പരമ്പരയിൽ അദ്ദേഹം ക്യാപ്റ്റനായും കീപ്പറായും അദ്ദേഹം മികച്ച ഫോമിൽ കളിക്കുകയും 2 ഇന്നിംഗ്സുകളിൽ നിന്ന് 126 റൺസ് നേടുകയും ചെയ്തു. അതും 66, 60 എന്നീ സ്കോറായിരുന്നു അദ്ദേഹം ആ പരമ്പരയിൽ നേടിയത്. വിക്കറ്റ് കീപ്പറായുള്ള രാഹുലിന്റെ കരിയർ നോക്കുകയാണെങ്കിൽ 45 ഇന്നിംഗ്സുകളിൽ നിന്നും 1753 റൺസും 54 ശരാശരിയിൽ അദ്ദേഹം നേടിയിട്ടുണ്ട്. 2 സെഞ്ചുറിയും 12 അർദ്ധ സെഞ്ചുറിയും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 2ാം വിക്കറ്റ് കീപ്പറായി ടീമിൽ എത്തുന്നത് ആരാണെങ്കിലും രാഹുലിന് പിന്നിലായിരിക്കും അവർക്ക് സ്ഥാനമെന്ന് ഉറപ്പിക്കാം. അതോടെയാണ് ഒരു കാലത്ത് മഹേന്ദ്ര സിംഗ് ധോണിയുടെ പകരക്കാരനായ ടീമിലെത്തിയ ഋഷഭ് പന്തിന്റെ ഏകദിന ക്രിക്കറ്റിലെ സാധ്യതകൾ ഇങ്ങനെ മങ്ങി തുടങ്ങിയത്. ടീമിലെത്തുന്നവരുടെ മോശം പ്രകടനം മാത്രമായിരിക്കും ഒരുപക്ഷെ പന്തിനെ ഇനി തുണക്കുക ഒരു റിട്ടേണിന്. എങ്കിലും അപ്പോഴും റീപ്ലേസ് ചെയ്യാൻ ഇഷ്ടംപോലെ താരങ്ങളുണ്ട് എന്നത് മറ്റൊരു വിഷയമാണ്. അതോടെ ഋഷഭ് പന്തിന്റെ സാന്നിധ്യം ടെസ്റ്റ് ടീമിൽ മാത്രമായി ചുരുങ്ങാനാണ് ഇനി ഭാവിയിൽ സാധ്യത. ഋഷഭ് പന്ത് നമുക്കറിയാം 2024 പരിക്കിന് ശേഷമുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു തിരിച്ചുവരവ്. കാർ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് കളിക്കളത്തിലേക്ക് ഇനിയൊരു തിരിച്ചുവരവ് ഉണ്ടാകില്ലെന്ന് കരുതിയ 634 ദിവസങ്ങൾക്ക് ശേഷം ഇന്ത്യക്കായി ടെസ്റ്റ് കളിക്കാൻ ഇറങ്ങി ആദ്യ മത്സരത്തിൽ തന്നെ സെഞ്ചുറി അടിച്ചായിരുന്നു രാജേന്ദ്ര പന്ത് എന്ന ഋഷഭ് പന്തിന്റെ ആ ഒരു തിരിച്ചുവരവുണ്ടായത്. അന്ന് ഋഷഭ് പന്ത് ഗ്രൗണ്ടിൽ പറയാതെ പറഞ്ഞത്, നാം തളർന്നു വീണതോ തകർന്നു പോയതോ അവരറിയണ്ട, നാം വസന്തത്തെ വരവേൽക്കാനായി പഴയ ഇലകൾ പൊഴിക്കുകയാമെന്ന് അവർ ധരിച്ചു കൊള്ളട്ടെ എന്നായിരുന്നു. പോയ ഇന്നലകളിലെ പരിക്കിന്റെയും നിരാശയുടെയും പഴയ ഇലകളൊക്കെയും പൊഴിച്ചു കളഞ്ഞ് ഋഷഭ് പന്ത് അന്ന് ഗ്രൗണ്ടിൽ വസന്തം തീർക്കുകയായിരുന്നു. പരിക്കേൽക്കുന്നതിന് മുമ്പ് ഇന്ത്യയുടെ ടെസ്റ്റ് ക്രിക്കറ്റ് ടീമിന്റെ മുഖമായിരുന്നു ഋഷഭ് പന്ത്.
ആ സമയത്ത് ഇന്ത്യയുടെ ഏറ്റവും മികച്ച ടെസ്റ്റ് ബാറ്റ്സ്മാൻ ആയിരുന്നു. ടീമിന്റെ വിജയങ്ങളുടെ ആണിക്കല്ലായിരുന്നു. രവിശാസ്ത്രി അടക്കം തന്റെ ജീവിതത്തിൽ നേടിയ 83-ലെ ക്രിക്കറ്റ് ലോകകപ്പ് നേട്ടത്തെക്കാളും മഹത്തരമെന്ന് പ്രകീർത്തിച്ച ഗാബ ടെസ്റ്റിലെ വിജയശില്പിയായിരുന്നു. ടെസ്റ്റിൽ ഒറ്റയ്ക്ക് ഒരു സെഷനിൽ മത്സരഫലം മാറ്റാൻ കഴിവുള്ള താരമായിരുന്നു. അങ്ങനെ ഇരിക്കെയായിരുന്നു ദൗർഭാഗ്യകരമായി 2023 കാർ അപകടത്തിൽ ഗുരുതരമായി ഋഷഭ് പന്തിന് പരിക്കേൽക്കുന്നത്. അതോടെ ഇന്ത്യ KS ഭരത്തിലും ധ്രുവ് ജുറേലിലും ഒക്കെ വിക്കറ്റ് കീപ്പിംഗ് ഗ്ലൗസ് നൽകിക്കൊണ്ട് ടെസ്റ്റിൽ ഋഷഭിന് പകരക്കാരനെ കണ്ടെത്താൻ ശ്രമിച്ചപ്പോഴും പലപ്പോഴും നിരാശയായിരുന്നു ഫലം. ഒടുവിലാണ് മടങ്ങിവരവിൽ ഋഷഭ് പന്ത് ബംഗ്ലാദേശിനെതിരെ സെഞ്ചുറി കുറിച്ചുകൊണ്ട് ആ വരവറിയിച്ചത്. അതിനുശേഷം അദ്ദേഹം പഴയതുപോലെ എല്ലാ ഫോർമാറ്റിലും സ്ഥിര സാന്നിധ്യമാവുമെന്ന് തന്നെയാണ് കരുതിയിരുന്നത്. പക്ഷേ അതാണ് ഇപ്പോൾ ടെസ്റ്റിൽ മാത്രമായി ഇപ്പോൾ അദ്ദേഹം ഒതുക്കപ്പെട്ട് നിൽക്കുന്നത്. പന്തിനെ കുറിച്ച് പറയുമ്പോൾ ശരിക്കും ഇന്ത്യൻ ക്രിക്കറ്റിലെ ചങ്കുറപ്പിന്റെ പേര് തന്നെയാണ് ഋഷഭ് പന്ത്. മുമ്പൊരിക്കൽ ഋഷഭ് പന്ത് തന്റെ പന്തിൽ റിവേഴ്സ് സ്വീപ്പ് ചെയ്തപ്പോൾ ഇതിഹാസ പേസ് ബോളറായ ജെയിംസ് ആൻഡേഴ്സൺ അത് കണ്ട് അത്ഭുതപ്പെട്ട് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: സൗരവ് ഗാംഗുലി ആയിരുന്നെങ്കിൽ ഒരിക്കലും ഇതിന് ധൈര്യപ്പെടുകയില്ല, പക്ഷേ പന്ത് അവൻ വല്ലാത്ത ഒരു ജാതിയാണെന്ന്. മുമ്പ് ധോണിയുടെ പകരക്കാരൻ എന്ന ഭാരിച്ച ഉത്തരവാദിത്തം തലയിൽ വരുമ്പോൾ പന്ത് ചെയ്യുന്നതിനെല്ലാം ആരാധകർ സൂക്ഷ്മദർശിനി ഉപയോഗിച്ച് കണ്ടുകൊണ്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. 2018-19 കാലം. അവസരങ്ങൾ ഇഷ്ടം പോലെ ലഭിച്ചിട്ടും തന്നിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് നൽകാൻ കഴിയാതെ പതറിയ യങ്സ്റ്റർ എന്നൊരു വിശേഷണവുമായി പന്ത് നിന്ന കാലയളവായിരുന്നു അത്. പന്തിന്റെ പിഴവുകളെ കൂവാനും കളിയാക്കാനും മഹേന്ദ്ര സിംഗ് ധോണിയെ തിരിച്ചുകൊണ്ടുവരണമെന്നും വരെ ആ സമയത്ത് ആരാധകർ പ്ലക്കാർഡുകളുമായി സ്റ്റേഡിയത്തിൽ എത്തിക്കൊണ്ട് മുദ്രാവാക്യങ്ങൾ മുഴക്കിയിരുന്നു. ആ സമയത്ത് MS ധോണി എന്ന മഹാമേരു വരുത്തിയ വിടവ് കരിയറിന്റെ തുടക്കത്തിൽ വേണ്ടത്ര നികത്താൻ കഴിയാതിരുന്നപ്പോൾ പന്തിനെ വിമർശിച്ചവരുടെയും ഉപദേശിച്ചവരുടെയും കൂട്ടത്തിൽ ഇന്ത്യൻ ക്രിക്കറ്റിലെ തന്നെ മഹാരഥന്മാരുണ്ടായിരുന്നു. ഒരിക്കൽ കാണികളുടെ പരിഹാസങ്ങൾക്ക് നേരെ ആ സമയത്ത് ക്യാപ്റ്റൻ വിരാട് കോഹ്ലിക്ക് വരെ ക്ഷുഭിതനാവേണ്ടി വന്നിരുന്നു. നിരന്തരമായ കൂക്കിവിളികൾ വേട്ടയാടിയപ്പോൾ മാനസികമായി തളർന്ന പന്ത് വിക്കറ്റിന് മുൻപിലും പിൻപിലും സ്വന്തം ഗെയിം പോലും മറന്നുനിന്ന സമയവും ഉണ്ടായിരുന്നു. ഒടുവിൽ ടീമിൽ നിന്നും അദ്ദേഹം പുറത്താക്കപ്പെടുന്നു. പന്ത് അവസാനിച്ചു എന്ന് പലരും വിധി എഴുതിയെങ്കിലും ടീം മാനേജ്മെന്റിനും ബാല്യകാല കോച്ചിനും അദ്ദേഹത്തിൽ പൂർണ്ണ വിശ്വാസമുണ്ടായിരുന്നു. അവരുടെ സപ്പോർട്ടിലും ധോണിയല്ല താൻ എന്ന തിരിച്ചറിവിലും പന്തിൽ ആത്മവിശ്വാസം നിറച്ചതോടെ പിന്നീട് ലോകം കണ്ടത് ഋഷഭ് പന്ത് 2.0 എന്ന പുതിയൊരു വേർഷനെയാണ്. ഇത്രയും ഇൻവെസ്റ്റ് ചെയ്യാൻ മാത്രം പ്രതിഭ ഇയാളിലുണ്ടോ എന്ന സംശയം എന്നും ഉണ്ടായിരുന്നു. എന്തായാലും ചരിത്രമായ 3 സീസൺ മുമ്പുള്ള ഓസീസ് പര്യടനത്തോടെ എല്ലാം മാറി പറയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഷോർട്ടർ ഫോർമാറ്റിനു വേണ്ടി ഡിസൈൻ ചെയ്യപ്പെട്ടവനെന്ന ധാരണയുണർത്തുന്ന ശൈലിക്കും സമീപനത്തിനും അപ്പുറം ക്രിക്കറ്റിന്റെ എലൈറ്റ് വേർഷനിൽ പന്ത് കാട്ടുന്ന പക്വത ഇന്ത്യൻ ക്രിക്കറ്റിന് ഒരു മുതൽക്കൂട്ടായി മാറുന്ന കാഴ്ചയാണ് പിന്നീട് ക്രിക്കറ്റ് ലോകം കണ്ടത്. ബ്രൂട്ടൽ പവറിനൊപ്പം സെൻസിബിലിറ്റി കൂടി ഉപയോഗിച്ചുകൊണ്ട് ബ്രിസ്ബെയിനിൽ അന്ന് ചരിത്രമായ ആ ഒരു സീരീസിൽ സ്ട്രോക്കുകൾ ഒഴിവാക്കിക്കൊണ്ട് പന്ത് ഇന്നിങ്സുകൾ പടുത്തുയർത്തിയപ്പോൾ പന്തിന്റെ പ്രതിഭയെ നമ്മൾ ആ സമയത്ത് വാനോളം പുകഴ്ത്തിയിരുന്നു. ഋഷഭ് പന്തിന്റെ ആദ്യ ടെസ്റ്റ് സെഞ്ചുറി ഇപ്പോഴും നമ്മുടെ ഓർമ്മയിലുണ്ട്. ഓവലിൽ 4ാം ഇന്നിങ്സിൽ ജയിക്കാനായി ഇന്ത്യക്ക് മുന്നിലേക്ക് ഇംഗ്ലണ്ട് നീട്ടിയ വമ്പൻ സ്കോറിനെ KL രാഹുലിനൊപ്പം നിന്നുകൊണ്ട് പന്ത് ചേസ് ചെയ്യുമെന്ന പ്രതീതി ഉണർത്തിയ ദിവസമായിരുന്നു അത്. 450-ന് മുകളിലുള്ള ഒരു 4ാം ഇന്നിങ്സ് ടാർഗറ്റ് കുറഞ്ഞുപോയോ എന്ന സംശയം ഇംഗ്ലണ്ട് ക്യാമ്പിൽ പടർത്തിക്കൊണ്ടാണ് അന്ന് ഋഷഭ് പന്ത് അതിവേഗം റൺ സ്കോർ ചെയ്തത്. പരാജയപ്പെടാൻ പോകുന്ന ഒരു കളിയിലെ ആളിക്കത്തൽ എന്നതിനേക്കാൾ നിർഭയനായ ഒരു സ്ട്രോക്ക് പ്ലെയറുടെ സാന്നിധ്യമാണ് അന്ന് ക്രിക്കറ്റ് ലോകം കണ്ടത്. ലക്ഷ്യത്തിലെത്താതെ അന്ന് വീണുപോയെങ്കിലും 2 കൊല്ലത്തിന് ശേഷം ഓസ്ട്രേലിയക്കെതിരെ കൂടുതൽ ഉത്തരവാദിത്വ ബോധത്തോടെ ജോലി പൂർത്തിയാക്കിക്കൊണ്ടാണ് പന്ത് മടങ്ങിയത്. ഗാബയിൽ നമുക്കറിയാം, ഒരു എക്സ് ഫാക്ടറായ 1-2 സെഷൻ കൊണ്ട് കളിയുടെ ഗതി തിരിക്കാൻ കെൽപ്പുള്ള വീരേന്ദ്ര സെവാഗിനെ പോലെ അപൂർവം കളിക്കാരുടെ ജനസിൽപ്പെട്ട താരമാണ് ഋഷഭ് പന്ത് എന്ന സത്യം ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികൾ മനസ്സിലാക്കിയ സീരീസ് കൂടിയായിരുന്നു ആ ഒരു ഓസ്ട്രേലിയൻ സീരീസ്. ടെക്നിക്കലി ഗിഫ്റ്റഡ് ആയ ബാറ്റ്സ്മാൻമാരിൽ നിന്നും വ്യത്യസ്തമായി ഓവർസീസ് ട്രാക്കുകളിലെ പേസും ബൗൺസും പ്രതിരോധത്തിലൂന്നിയല്ല പന്ത് ഹാൻഡിൽ ചെയ്യാറുള്ളത് എന്ന് നമുക്കറിയാം. സ്ട്രോക്കുകൾ കളിച്ചുകൊണ്ടാണ്. മധ്യനിരയിലെ ലെഫ്റ്റി എന്ന ആകർഷണീയതയും അനിവാര്യതയും സൗരവ് ഗാംഗുലിക്ക് ശേഷം ടെസ്റ്റിലും യുവരാജ് സിംഗിന് ശേഷം ലിമിറ്റഡ് ഓവറിലും ഋഷഭ് പന്തിലാണ് ചെന്നെത്തി നിന്ന ഒരു സമയമുണ്ടായിരുന്നു. IPL തുറന്നുകൊടുത്ത വിശാലമായ മേൽക്കൂരയ്ക്ക് കീഴെ നിന്നുകൊണ്ട് ഒരുപാട് യുവപ്രതിഭകൾ ഉദിച്ചുയർന്ന കാലഘട്ടത്തിലും ഇത്രയധികം അവസരങ്ങൾ പന്തിന് ലഭിച്ചത് വേറൊന്നും കൊണ്ടായിരുന്നില്ല. കൃത്യമായി ഫിൽ ചെയ്യപ്പെടാൻ ബുദ്ധിമുട്ടുള്ള രീതിയിൽ മഹേന്ദ്ര സിംഗ് ധോണി ഒഴിച്ചിട്ട് പോയ ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ എന്ന പൊസിഷൻ ഫിൽ ചെയ്യേണ്ടത് പന്താണെന്ന പ്രതീക്ഷ അദ്ദേഹത്തിൽ ആളുകൾ തിരിച്ചറിഞ്ഞതുകൊണ്ട് കൂടിയായിരുന്നു അത്. ആ പന്താണ് ഇപ്പോൾ തൻ്റെ സ്ട്രോങ് ഏരിയകളിൽ ഒന്നായ ലിമിറ്റഡ് ഓവർ മത്സരങ്ങളിൽ നിന്നും ഇങ്ങനെ പുറന്തള്ളപ്പെടുന്നത്.